ഹായ്, എല്ലാവർക്കും സോണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചു. ചിക്കൻ കറി കുമ്പളങ്ങ ഇട്ട് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് വേണ്ടത് സബോളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെയാണ് വേണ്ടത്. ഇതിൽ നമ്മൾ സബോള അതിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എല്ലാ വെജിറ്റബിളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സബോള നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സബോളയെ 4 പീസാക്കിയിട്ട് അങ്ങനെ ഞാനൊരു 3 സബോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സബോള ചേർക്കാം, വല്ലാതെ ചേർക്കുകയും ചെയ്യരുത്, മധുരം വരും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ നമ്മൾ മിക്സിയിലെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതായത് നമ്മൾ ചതച്ചെടുക്കുന്ന പരുവത്തിൽ നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് എടുക്കണം. ഞാനത് അരിഞ്ഞല്ല ചേർക്കണേ, അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഗ്രേവി കറിക്ക് ഉണ്ടാവും. ചിക്കൻ നന്നായി വാഷ് ചെയ്ത് വെക്കാം. കറിയിലേക്ക് തേങ്ങ നമ്മൾ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ള തേങ്ങ തയ്യാറാക്കി വെക്കാം. ഞാൻ കറി അടുപ്പത്താണ് വെക്കണേ. അപ്പോൾ ഉരുളി ചൂടായതിന് ശേഷം ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സബോളയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണേ. ഇനി ഇത് വഴറ്റിയെടുക്കാം. സബോള നമ്മൾ അടുപ്പത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഗ്യാസിൽ ഞാനൊരു പാന് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചട്ടി ചൂടായതിന് ശേഷം ഒഴിക്കാവുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു 3-4 ഏലക്കായ, ചിരവി വെച്ച തേങ്ങ ഇവയെല്ലാം കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. കരിയാതെ വറുത്തെടുക്കണേ. തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർക്കാം. 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് പാകമായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത് അരപ്പ് നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ട് അതിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. സബോളയും ഇഞ്ചിയൊക്കെ അതെല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്, കുറച്ച് വലിയ തക്കാളിയാണ്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായും കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാല, കറുവപ്പട്ട എല്ലാം ചേർത്ത് നമ്മൾ പൊടിച്ച് വയ്ക്കില്ല, ആ ഗരം മസാല ചേർക്കാം. ഇത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ്. ഈ തേങ്ങ ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അരപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അരപ്പ് ചേർത്തു. ഇനി അതിലേക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ബാക്കി വരുന്ന അതും കൂടെ വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തേങ്ങയുടെയൊക്കെ ഒരു സ്മെല്ല്, പച്ച സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി മസാലയിൽ യോജിപ്പിച്ച് കൊടുക്കണം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക.
ഇനി വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന്, ഗ്രേവി എന്തുമാത്രം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ അതിൽ അധികം വെള്ളം ചേർക്കുന്നില്ല. ഞാൻ കുറച്ച് കട്ടിയുള്ള ഗ്രേവിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ എത്ര കഴുകി വാർത്തൊക്കെ വെച്ചാലും ചിക്കൻ വേവുമ്പോൾ അതിലൊരു കുറച്ച് വെള്ളം വരുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൽ ആ ഒരു ഇതിലേ ഞാൻ വേവിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇപ്പോൾ ചേർക്കാം, പിന്നീട് ചേർക്കരുത്. ഇനി ഒരു പാത്രം വെച്ച് അത് അടച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് നമ്മളത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ വെള്ളം വേറെ ചേർക്കാത്തതുകൊണ്ട് തന്നെ അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്ത് കഴുകി വയ്ക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ചിക്കൻ 3/4 ഭാഗത്തോളം വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുമ്പളങ്ങ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കനും കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കറി കാച്ചി ഇടുന്നതിനായിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി അതിനകത്തേക്ക് ചേർക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് അത് താളിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ കുമ്പളങ്ങ ചേർത്ത ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.